വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ കേരളത്തിലെ സ്ട്രേഞ്ചർ തിങ്സ് ഫാൻസിന് വേണ്ടി ഒരു വാട്സപ്പ് ഫാൻഡം ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. സ്ട്രേഞ്ചർ തിങ്സിൻ്റെ മെയിൻ സീരീസ് ജസ്റ്റ് കഴിഞ്ഞ മാസമാണ് തീർന്നത്. പക്ഷേ ആ യൂണിവേഴ്സിലെ കഥകൾക്കൊരു അവസാനമില്ല. ഇപ്പോൾ ഇത് ഏറ്റവും പുതിയ ആനിമേറ്റഡ് സീരീസായ ടെയിൽസ് ഫ്രം 85 ഒഫീഷ്യൽ ടീസർ റിലീസായിരിക്കുകയാണ്. അപ്പോൾ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 2നും സീസൺ 3ക്കും ഇടയിൽ നടക്കുന്ന കഥയാണ് ഈ ഒരു സീരീസിൽ പറയുന്നത്. അതായത് നമ്മൾ പണ്ട് കണ്ട കുട്ടികളായിട്ടിരിക്കുന്ന ഇവരുടെ വേർഷനില്ലേ, ആ ഒരു സമയത്തെ കഥകൾ. നമ്മളിതുവരെ കാണാതെ പോയ അൺഎക്സ്പ്ലോർഡ് ലോറും പിന്നെ ഇതുവരെ സീരീസിൽ കാണാതെ പോയ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് ഈ സീരീസിൻ്റെ ടീസർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് ഇതിൽ വരാൻ പോകുന്ന പുതിയ സെറ്റ് ഓഫ് മോൺസ്റ്റേഴ്സ് ആണ്. ഡെമോഗോർഗനും ഡെമോ ഡോഗും ഒക്കെ പോലെ പുതിയൊരു സെറ്റ് ഓഫ് ഡെമോ മോൺസ്റ്റേഴ്സ് ഇതിലുണ്ട്. ഡെമോ പ്ലാൻസ് എന്നതിൽ കുറച്ചുണ്ടെന്ന് നമുക്ക് വിളിക്കാം. പക്ഷേ പ്ലാൻസ് മാത്രമല്ല, വേറെയും പല ടൈപ്പ് ഓഫ് മോൺസ്റ്റേഴ്സ് നമുക്ക് ടീസറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോൺസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഹോൾ സ്ട്രേഞ്ചർ തിങ്സിലോട് കണക്റ്റ് ആവുക, സീരീസ് നമ്മൾ പിന്നീട് കണ്ട പല കാര്യങ്ങൾക്കും വേറെ എന്തെങ്കിലും അർത്ഥതലങ്ങളുണ്ടോ ഇതിലൂടെ, അതിലൊക്കെ റിവീൽ ആവുമോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് വെച്ച് താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ഷോട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. ടീസറിലെ ഏറ്റവും ആദ്യത്തെ ഷോട്ട് തന്നെ സ്ട്രേഞ്ചർ തിങ്സിലെ ഏറ്റവും ഐക്കോണിക് ലൊക്കേഷൻസായ പാലസ് അർക്കേഡാണ്. പാലസ് അർക്കേഡിലാണ് കുട്ടികളെല്ലാവരും കൂടെ ഗെയിം കളിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. മാക്സിനെ ആദ്യമായിട്ട് ഇവർ നോട്ടീസ് ചെയ്ത മാഡ് മാക്സ് എന്നൊരു പേരൊക്കെ ആദ്യമായിട്ട് വരുന്ന സീസൺ 2 ഇതേ സെയിം അർക്കേഡിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ മൊത്തം മഞ്ഞ് മൂടിയിരിക്കുന്നത് കാണാം. കാരണം 1985 വിൻ്റർ സീസണിലാണ് ഈ ഒരു സീരീസിൻ്റെ കഥ നടക്കുന്നത്. നമ്മൾ പിന്നീട് ടീസറിലെ മൊത്തം വിഷ്വൽസ് കാണുന്നത് മനസ്സിലായത് ഹോൾ സ്റ്റോറി നടക്കാൻ പോകുന്നത് ആ ഒരു വിൻ്റർ സീസണിലായിരിക്കും. അതിന് ശേഷം വരുന്ന ആ ഒരു സ്പ്രിംഗ് സമ്മർ സീസണിലോട്ട് പോകില്ല. പകരം വിൻ്ററിലെ മാത്രം സ്റ്റോറി ആയിരിക്കും ഇതിലുണ്ടാവുക എന്നാണ്. സീസൺ 2 ആൻഡ് സീസൺ 3ക്ക് ഇടയിൽ നടക്കുന്ന കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ഷോട്ട് കാണിക്കുന്നത് വീലർ ഹൗസാണ്. സോ വീലർ ഹൗസിൽ വെച്ചിട്ട് മൈക്ക് ഒരു ഫോട്ടോ ഫ്രെയിം നോക്കുന്നുണ്ട്. ഈ ഫോട്ടോ ഫ്രെയിമിലുള്ളത് മൈക്കും 11ഉമാണ്. സോ ഇത് സീസൺ 2ൻ്റെ അവസാനം ഉണ്ടായിരുന്ന ഒരു സ്നോബോൾ ഡാൻസ് കഴിഞ്ഞിട്ട് അവരെടുത്ത ഒരു ഫോട്ടോയാണ്. ആൻഡ് ഇതെടുത്തിട്ടൊരു കുറച്ച് ആഴ്ചകളോ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നടക്കുന്ന കഥയായിരിക്കാം സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഓഫ് 85 ഉണ്ടാവുക. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് 11 തൻ്റെ കയ്യിലുള്ള ആ ഒരു 11 ടാറ്റു സ്ലീവ്സ് വെച്ച് മറച്ചു പിടിക്കുന്നതാണ്. അതിനുശേഷം വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറക്കുന്നു. അവിടെ നിൽക്കുന്നു മൈക്കും ഫ്രണ്ട്സും. അപ്പോൾ നമുക്കറിയാം ഹോപ്പർ സെക്കൻഡ് സീസണിൽ 11 ദത്തെടുത്ത് ജെയിൻ ഹോപ്പർ എന്ന പേരിൽ വളർത്തുകയായിരുന്നു. അപ്പോൾ ഈ നമ്മൾ കാണുന്നത് ഹോപ്പറിൻ്റെ വീടാണ്. ഈ 11 ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാനാണ് മൈക്കും ഫ്രണ്ട്സും വന്നത്. അവിടേക്ക് എത്തിയ ഹോപ്പർ നൈസായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുന്നു, എൻ്റെ മോളെ മര്യാദയ്ക്ക് നോക്കിക്കോണം എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ പിന്നീട് സീസൺ 3 കണ്ടിരുന്നു 11ഉം മൈക്കും തമ്മിൽ അടുക്കുന്നത് അത്രത്തോളം ഹോപ്പറിന് പിടിക്കുന്നില്ല. ഹോപ്പർ ഒരു പ്രൊട്ടക്റ്റീവ് ഡാഡാണല്ലോ, ആ ഒരു രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സംഭവം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സീസൺ 3 ഇവർ തമ്മിലുള്ള ഒരു കിസ്സിങ് സീൻ വരുന്നതും അതിനനുസരിച്ചുള്ള കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ലീഡപ്പ് ചെയ്യുന്ന ഇവൻറ്റ്സ് ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ ടെയിൽസ് ഫ്രം 85 കാണിക്കുക. സീസൺ 2ൻ്റെ അവസാനം ഇവരുടെ ആ ഒരു ഡാൻസ് കാര്യങ്ങൾ വന്നു. അതിനുശേഷം ടെയിൽസ് ഫ്രം 85 ഇവരുടെ ആ ഒരു കൂടുതൽ റിലേഷൻ അടുക്കുന്നു. അതിനുശേഷമാണ് സീസൺ 3 ഇവർ ഫുള്ളി നല്ല രീതിയിൽ റിലേഷൻ ആവുന്നത്. അപ്പോഴാണ് ഹോപ്പറിൻ്റെ ആ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് ഡെസ്റ്റിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മൈക്കിൻ്റെ പുറകെ നോക്കിക്കഴിഞ്ഞാൽ 3 പേരെ നിൽക്കുന്നുള്ളൂ, മാക്സ്, ലൂക്കാസ്, വിൽ. ഈ കൂട്ടത്തിൽ ഡെസ്റ്റിനില്ല. ഇവരുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഡെസ്റ്റിനെ നമുക്കിതിൽ കാണാൻ പറ്റുന്നില്ല. ഇതിനൊരു മെയിൻ റീസൺ ഡെസ്റ്റിൻ തൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ സീസൺ 3യുടെ അവസാനമാണ് പറയുന്നത് ഡെസ്റ്റിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് സൂസി എന്നാണ്. ആദ്യം തൊട്ടേ എല്ലാവരും ഡെസ്റ്റിന് ഇത് പറയുന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ സീസൺ 3യുടെ അവസാനം സൂസി ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂസിയുമായിട്ട് ഡെസ്റ്റിൻ അടുക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു സെയിം ടൈമിലാണ് നടക്കുന്നത്. ഡെസ്റ്റിൻ ഔട്ട് ഓഫ് ടൗൺ പോകുന്നതുകൊണ്ടാണല്ലോ സൂസിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അഡ്വഞ്ചറിൽ ഡെസ്റ്റിൻ ഇവരോടൊപ്പം ഇല്ല, പകരം സൂസിയുടെ കൂടെ അവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു സ്റ്റോറി നമ്മൾ കാണുന്നതിൽ ഡെസ്റ്റിൻ ഉണ്ടാകില്ല. അങ്ങനെ പിള്ളേരെല്ലാം കൂടെ സൈക്കിളിൽ ചീറിപ്പാഞ്ഞ് പോവാണ്. റോഡിൻ്റെ സൈഡിലൊക്കെ മൊത്തം മഞ്ഞ് വീണ് കിടക്കുന്ന കാണാം. നെക്സ്റ്റ് ഷോട്ട് രാത്രിയിലാണ്. അവിടെ വെച്ച് നമ്മുടെ ഹോക്കിൻസിൻ്റെ വാട്ടർ ടവർ കാണുന്നു. അപ്പോൾ വാട്ടർ ടവറിൻ്റെ മുകളിൽ ലൂക്കാസും മാക്സും ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കറിയാം ലൂക്കാസും മാക്സും ഇവഞ്ചുവലി റിലേഷനായിട്ട് മാറുമെന്ന്. നേരത്തെ മൈക്ക് 11 പറഞ്ഞതുപോലെ ഇവരുടെ റിലേഷൻ്റെ ഒരു തുടക്ക കാലഘട്ടവും ഈ ഒരു സീരീസിലൂടെ നമുക്ക് കാണാൻ സാധിച്ചേക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിൻ്റെ കയ്യിലൊരു ഗ്ലൗസ് ഇല്ല എന്നുള്ളതാണ്. ഓൾറെഡി മഞ്ഞ് വീട് നല്ല തണുപ്പിലാണ് ഇരിക്കുന്നത്. നേരത്തെ നടന്നതിൻ്റെ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കും മാക്സിന് ഗ്ലൗസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ലൂക്കാസ് മാക്സിൻ്റെ ഹാൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ മാക്സിൻ്റെ കയ്യിലോട്ട് തൻ്റെ ഗ്ലൗസ് ഊരി കൊടുക്കാതെ പകരം ഒരുമിച്ച് ഹാൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ ലവിലോട്ടുള്ള കുറേ ടീസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ഹില്ലിൽ നിന്ന് മഞ്ഞ് വീണ് കിടക്കുന്ന ടൈമിൽ ഒരു ക്യാരക്ടർ സ്ലഡ് ചെയ്ത് പോകുന്നതാണ്. ഇത് മിക്കവാറും മൈക്കായിരിക്കും എന്ന് തോന്നുന്നു. നെക്സ്റ്റ് കേൾക്കുന്നത് മൈക്കിൻ്റെ നറേഷനാണ്. മേ ബി അതുകൊണ്ട് ഇത് മൈക്കായിരിക്കാം. മൈക്ക് പറയുന്ന കാര്യം ഒരു വലിയ സ്നോ സ്റ്റോം അടുത്ത ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ D&D ക്യാമ്പയിൻ ഗെയിം നടത്താമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവർ ആ ഒരു ടൈമിൽ D&D കളിച്ച് നടക്കുന്ന അത്രയും മെയിനായിട്ടുള്ളൊരു കുട്ടികളാണ്. സോ ആ ഒരു സമയത്ത് ഇവർ സ്കൂളിന് എപ്പോഴാണ് അവധി എന്നൊക്കെ നോക്കി നമ്മുടെ കളി എപ്പോൾ വെക്കണമെന്നൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഒരു സ്നോ സ്റ്റോം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റാക്കാമെന്ന് പറയുന്നുണ്ട്. ബട്ട് ആ ഒരു സ്നോ സ്റ്റോം സമയത്തായിരിക്കും ഈ ഒരു സീരീസിൻ്റെ മെയിനായിട്ടുള്ള പല ഇവൻറ്റ്സും നടക്കാൻ പോവുക.
മൈക്ക് ഇത് സംസാരിക്കുന്നത് ഹോക്കിൻസിനും മിഡിൽ സ്കൂളിലെ AV റൂമിൽ വെച്ചിട്ടാണ്. സീസൺ 1ലും സീസൺ 2ലും ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് റൂം വന്നിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ ഗ്യാങ് എല്ലാവരും കൂടെ സ്കൂളിൽ ഒത്തുകൂടുന്നൊരു സ്ഥലം ഇവിടാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിവിടെ ഡെസ്റ്റിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഷോട്ടിൽ ഡെസ്റ്റിനി ഇവരോടൊപ്പമുണ്ട്. സോ മേ ബി സീരീസിൻ്റെ ഈ പറഞ്ഞ തുടക്കത്തിൽ ഉള്ള എപ്പിസോഡുകളിലൊക്കെ ഡെസ്റ്റിൻ കണ്ടേക്കാം. അതിന് ശേഷമാകാം ഡെസ്റ്റിൻ സൂസിയുടെ അടുത്തേക്ക് പോകുന്നത്. സോ അതിന് ശേഷമാകും നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ള പല സീനുകളും നടക്കുന്നതും. പിന്നീട് പിള്ളേരെല്ലാവരും കൂടെ പകൽ സമയത്ത് സ്നോബോൾ എറിഞ്ഞ് കളിക്കുകയാണ്. എന്നാൽ കുറച്ച് ദൂരെ മാറിയിട്ട് എന്തോ ഒരു വലിയ സാധനം സ്നോയുടെ അടിയിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ ഈ ടീസറിൽ ആദ്യമായിട്ട് കാണുന്ന പൊട്ടൻഷ്യൽ മോൺസ്റ്ററിൻ്റെ ഫസ്റ്റ് ലുക്ക്. നെക്സ്റ്റ് കാണിക്കുന്നത് രാത്രി ഷോട്ടാണ്. അവിടെ ഒരു ബീം ഓഫ് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഹാസ്മാറ്റ് സ്യൂട്ടിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടിപ്പോകുന്നു. അയാൾ ഏതൊരു മോൺസ്റ്ററിൻ്റെ പുറകെയാണ് ഓടുന്നത് വ്യക്തമാവുന്നുണ്ട്. ദെൻ ആ മോൺസ്റ്ററിൻ്റെ രൂപം കാണിക്കുന്നു. ആൻഡ് ഇത് ഡെമോഗോർഗനോ ഡെമോഡോഗോ ഒന്നുമല്ല, മറ്റെന്തോ ഒരു ഡെമോയാണ്. ഒരു പ്ലാന്റിനെയൊക്കെ പോലെ കുറേയൊക്കെ തോന്നിക്കുന്നു. പക്ഷേ എന്നാലും ഇത് മൂവ് ചെയ്യുന്നൊരു ജീവിയെ പോലെയാണ്. തൽക്കാലം നമുക്ക് ഡെമോ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അപ്പോൾ ഈ ആസ്മാറ്റ് സ്യൂട്ടിലുള്ള ആൾ തൻ്റെ കയ്യിലുള്ള ഫ്ലെയിം ത്രോവർ വെച്ചിട്ട് മൊത്തം തീയിട്ട് ഈ ഒരു മോൺസ്റ്ററിനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. മേ ബി ഈ ഒരു ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആയി വന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒറ്റ സീനിന് വേണ്ടി മാത്രമായി ഇവഞ്ചലി മോൺസ്റ്റർ കൊല്ലുന്ന ഒരു ക്യാരക്ടർ ആവാനും ചാൻസ് ഉണ്ട്. അപ്പം ഈ മോൺസ്റ്റേഴ്സ് ശരിക്കും വന്നത് അപ്സൈഡ് ഡൗണിൽ നിന്നോ അബീസിൽ നിന്നോ ആയിരിക്കുമോ? എനിക്ക് തോന്നുന്ന കാര്യം ഇതൊന്നും ആയിരിക്കില്ല. മോസ്റ്റ് ലൈക്ലി ഈ മോൺസ്റ്റേഴ്സിനെ ഹ്യൂമൻസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമുക്കറിയാം സീസൺ 2ൻ്റെ അവസാനം ഒരുപാട് ഡെമോ ഡോഗ്സിൻ്റെ റെമനൻസ് ഒക്കെ ആ ഒരു ടണലിലും മറ്റുമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ DNA എടുത്ത് ഹ്യൂമൻസ് തന്നെ പല എക്സ്പീരിയൻസ് നടത്തിയിട്ട് ക്രിയേറ്റ് ചെയ്ത മോൺസ്റ്റേഴ്സ് ആവാം ഇത്. അതിൽ 1-2 ചാടിപ്പോയി. അങ്ങനെ നമ്മൾ കാണുന്ന ഒരു മോൺസ്റ്റർ ആവാം ഇത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു ഹാസ്മാറ്റ് സ്യൂട്ടിലുള്ള ആൾ ഇതിൻ്റെ പുറകെ തേടി വരുന്നത്. ഇങ്ങനെ ഹ്യൂമൻസായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സെറ്റ് ഓഫ് മോൺസ്റ്റേഴ്സ് ആണിതെന്നുണ്ടെങ്കിൽ ഒരിക്കലും മൈൻഡ് ഫ്ലയറുള്ള ഹ്യൂമൈൻഡിലോട്ട് ഇത് കണക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ കണ്ട സീരീസിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് വലിയ ടച്ച് ഈ ഒരു കഥയ്ക്ക് വരത്തില്ല. ഈ മോൺസ്റ്റേഴ്സ് ഒന്നും ഒരുമിച്ച് കണക്റ്റഡോ ഹ്യൂമൈൻഡോ ഒന്നുമില്ല. ഇവരെല്ലാവരും ഹ്യൂമൻസ് കുറേ എക്സ്പെരിമെൻറ്റ് നടത്തി ഉണ്ടായി. ഇതിങ്ങനെ പലയിടത്തായിട്ട് ഹോക്കിൻസിൽ സ്പ്രെഡ് ചെയ്ത് നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകെ ഈ പറഞ്ഞ ആസ്മാച്ചുള്ള പലരും വന്നേക്കാം. അതുകൂടാതെ നമ്മുടെ കുട്ടികളെയും ഇങ്ങനെ അഫക്റ്റ് ചെയ്തേക്കാം. അത്തരത്തിലുള്ളൊരു മോൺസ്റ്റർ ആയിരിക്കാം നേരത്തെ സ്നോബോൾ ഫൈറ്റിനിടയിൽ ദൂരെ നിന്നും വരുന്നത് നമ്മൾ കാണുന്നത്. അടുത്തായിട്ട് റിലീസ് ഡേറ്റ് കാണിക്കുന്നു ഏപ്രിൽ 23-നാണ് ഈ സീരീസ് റിലീസ് ആവുക. എനിക്ക് തോന്നുന്നു മറ്റേ സ്ട്രെഞ്ചർ തിങ്സ് ഫൈനലൊക്കെ ഇറക്കിയതുപോലെ വോളിയം സെറ്റപ്പ് ഒന്നും കാണത്തില്ല. വോളിയം 1 പാർട്ട് 1 അവർ പറഞ്ഞിട്ടില്ല. മൊത്തം എപ്പിസോഡും കൂടി ഒരുമിച്ചായിരിക്കും റിലീസ് ആവുക. റിലീസ് ഡേറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് കാണിക്കുന്നത് മൈക്കും ലൂക്കാസും ഒരു വലിയ പംകിൻ ഫീൽഡിൽ നിൽക്കുന്നതാണ്. അപ്പോൾ സീസൺ 2ൽ നമ്മൾ ഈ പംകിൻ ഫീൽഡ് കുറേയിടത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. മെറിൽസിൻ്റെ ഒരു ഫാം നമ്മൾ സീസൺ 2 കണ്ടിട്ടുണ്ട്. മേ ബി അതേ സെയിം ലൊക്കേഷൻ തന്നെ ആയിരിക്കും ഇത്. ആ ഒരു സീസണിൽ പംകിൻസിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു റിയൽ റീസൺ ആവാം ഒരു പക്ഷേ ഈ ടെയിൽസ് ഓഫ് 85 സീരീസിൽ കറക്റ്റായിട്ട് പറയുക. സോ നമുക്ക് കുറച്ചുകൂടി ഒരു ലോർ കണക്ഷൻ ഈ ഒരു പംകിൻസിൻ്റെ ലെവലിലൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആകാശം മുഴുവൻ പച്ച നിറമാണെന്നുള്ളതാണ്. സാധാരണ അപ്സൈഡ് ഡൗണുമായിട്ടൊക്കെ കണക്റ്റ് ആകുമ്പോഴാണ് ഈ ചുമലയും നീലയും കിടന്ന ആകാശം വരുന്നത്. ഇപ്പോൾ രാത്രിയായിട്ടും പച്ച നിറത്തിലുള്ള ആകാശം കാണാൻ പറ്റുന്നുണ്ട്. നേച്ചർ റിലേറ്റഡായിട്ടുള്ള മോൺസ്റ്റേഴ്സ് ആയിരിക്കുമല്ലോ ഈ ഒരു സീരീസിലെ മെയിൻ. അതുകൊണ്ടായിരിക്കണം പച്ച നിറം കൊണ്ടുവന്നത്. എന്തായാലും മാക്സ് ലൂക്കാസും കൂടെ നേരത്തെ കണ്ട അതേ പംകിൻ ഫാമിലൂടെ നടക്കുന്നു. ഇതേ സമയത്ത് ഡെസ്റ്റിൻ്റെ ഒരു നറേഷൻ വരുന്നുണ്ട്. സംതിങ് ഫ്രം അപ്സൈഡ് ഡൗൺ സർവൈവ്ഡ് ലാസ്റ്റ് ഇയർ എന്ന്. അതായത് അപ്സൈഡ് ഡൗണിൽ നിന്ന് എന്തോ ഒരു ക്രീച്ചർ കഴിഞ്ഞ വർഷം എസ്കേപ്പ് ആയിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മളെല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. പക്ഷേ ഇത് ഡെസ്റ്റിൻ്റെ ഒരു അനുമാനം മാത്രമായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹ്യൂമൻസ് തന്നെ മ്യൂട്ടേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതായിരിക്കണം. കാരണം സീസൺ 2ൻ്റെ അവസാനം അപ്സൈഡ് ഡൗൺ മുഴുവനായിട്ടും ക്ലോസ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. സീസൺ 3ലാണ് പിന്നീട് അതിൻ്റെ ഒരു കണക്ഷൻ വീണ്ടും വരുന്നത്. അതുവരെ എന്തായാലും ഒന്ന് ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് അപ്സൈഡ് ഡൗണിൽ നിന്ന് രക്ഷപ്പെട്ടൊരു മോൺസ്റ്റർ ഒന്നും ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമൻസ് ആ ഒരു ഡെമോഡോഗ്സിൻ്റെ DNA മറ്റും വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കിയ പുതിയ മോൺസ്റ്റേഴ്സ് ആവാം ഈ സീരീസിലെ മെയിൻ വില്ലൻസ് ആയിട്ട് വരുന്നത്. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് പിള്ളേരെല്ലാവരും ബാഗും ഇട്ട് സൈക്കിൾ ലൈറ്റൊക്കെ ഓണാക്കി റെഡി ആവുന്നതാണ്. ദെൻ ഡെസ്റ്റിൻ്റെ ഒരു ക്യാമറ കാണിക്കുന്നുണ്ട്. ക്യൂരിയോസിറ്റി വോയേജർ എന്നതിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു ചെറിയ ലിറ്റിൽ റെഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ പിന്നീട് കാണുന്നത് മഞ്ഞിൽ കിടക്കുന്ന ഒരു വൈൻ ലേക്ക് ഫിഗറാണ്. നമ്മൾ ഈ ഒരു സീരീസിന് ഒഫീഷ്യൽ പോസ്റ്ററിലും കണ്ടിരുന്നു. ഡെമോഗോർഗൻ്റെ പോലെ തോന്നിക്കുന്ന ഒരു ഫേസും എന്നാൽ താഴേക്ക് മൊത്തം വള്ളി പോലെ കിടക്കുന്ന ഒരു ക്രീച്ചറിനെയാണ് കാണാൻ സാധിക്കുന്നത്. ബേസിക്കലി വീനസ് ഫ്ലൈ ട്രാപ്പ് ഒക്കെ ഇല്ല റിയൽ ലൈഫിലുള്ള, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് നമുക്കിത് മനസ്സിലാക്കാം. വീനസ് ഫ്ലൈ ട്രാപ്പിൽ ഡെമോഗോർഗൻ ഇൻജെക്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയുള്ളൊരു മോൺസ്റ്റേഴ്സിനെ നമ്മളിവിടെ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിലുടനീളം ഇത്തരത്തിലുള്ള നേച്ചർ റിലേറ്റഡ് മോൺസ്റ്റേഴ്സിന് ഒരുപാട് കാണാൻ സാധിക്കും. ഇവർ പറയുന്നൊരു കാര്യമാണ് ഇത് മ്യൂട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്താണെന്നുള്ള തിയറി ഇവിടെ കൂടുതൽ വ്യക്തമാവുന്നുണ്ട്. അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ വരുന്ന പുതിയൊരു ക്യാരക്ടറാണ് നിക്കി പ്രാക്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഈ സീരീസിന് വേണ്ടി മാത്രമായി ഇവരുടെ കൂടെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ഒരു മോഹാക്കട്ടൊക്കെ അടിച്ച് ഒരു പെൺകുട്ടിയാണിത്. പിന്നീടുള്ള സീരീസിൽ നിന്നും എന്തായാലും ഈ ക്യാരക്ടർ വരില്ല എന്ന് നമുക്കറിയാം. ഈ സീരീസിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്.
വീണ്ടും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പംകിൻ ഫീൽഡിലോട്ട് വരുന്നു. അവിടെ മാക്സ് ലൂക്കാസ് നിൽപ്പുണ്ട്. അവരുടെ മുന്നിൽ അത്രയും നേരം വെറുതെ കിടന്ന ആ ഒരു മത്തങ്ങ പെട്ടെന്നൊരു മോൺസ്റ്ററായി മാറുന്നു. അപ്പോൾ ഇതാണോ ഈ മത്തങ്ങത്തലയൻ എന്നൊക്കെ പറയുന്നത്? ഏകദേശം അതുപോലെയാണ് മത്തങ്ങത്തലയുള്ള ഒരു മോൺസ്റ്ററാണിത്. ഡെമോഗോർഗൻ്റെയൊക്കെ കുറച്ച് ഫീച്ചേഴ്സുള്ള, എന്നാൽ മൊത്തത്തിൽ നേച്ചർ വൈബായിട്ടുള്ളൊരു മോൺസ്റ്റർ. ഇതിവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തിരിഞ്ഞോടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവർക്ക് ചുറ്റുമുള്ള ബാക്കി മത്തങ്ങകളും ഇതുപോലെ മോൺസ്റ്റേഴ്സായിട്ട് മാറി പതിയെ എഴുന്നേൽക്കുന്നുണ്ട് എന്നുള്ളത്. അടുത്തായിട്ട് നമ്മുടെ സീരീസിലെ ഫേവറേറ്റ് ഡ്യൂ ആയിട്ടുള്ള സ്റ്റീവും ഡെസ്റ്റിനും കൂടി ട്രക്ക് ഓടിച്ച് പോകുന്ന കാണാം. എന്നാൽ ഈ ട്രക്കിനകത്ത് വീണ്ടും വൈൻ ഷേപ്ഡ് ആയിട്ടുള്ള മോൺസ്റ്റർ വരുന്നു. ആൻഡ് ഈ മോൺസ്റ്റർ ഇവരെ അറ്റാക്ക് ചെയ്യുന്നുമുണ്ട്. അതുകൂടാതെ അടുത്തതൊരു ഹാൾവേയിൽ മൈക്കും വില്ലും കൂടെ നിൽക്കുമ്പോൾ ഏതോ ഒരു വലിയ മോൺസ്റ്റർ നടന്നു വരുന്നതാണ്. ഇതുവരെ നമ്മൾ കണ്ട നേച്ചർ റിലേറ്റഡായിട്ട് ഈ വള്ളിയും ഒക്കെ ആയിട്ടുള്ള മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ ഇതിന് ഒരു പ്രോപ്പർ കൈയൊക്കെ ഉണ്ട്. അതായത് ഒരു ഡെമോഗോർഗണെ പോലെ നടക്കുന്ന, രണ്ട് കാലിൽ നടക്കുന്ന കൈയൊക്കെ ഉള്ളൊരു ഫിഗറാണിത്. പക്ഷേ ഐ തിങ്ക് സ്വാംതിങ് ഒക്കെ പോലെ, DC-യുടെ സ്വാംതിങ് ഉണ്ടല്ലോ, അതുപോലെ നേച്ചർ റിലേറ്റഡായിട്ട് തന്നെ വരുന്ന ഒരു മോൺസ്റ്റർ ആകാം ഇതെന്നും. പിന്നെ കാണിക്കുന്നത് ഏതോ ഒരു ഓഫീസ് അറ്റാക്ക് ചെയ്യപ്പെടുന്നതാണ്. ഈ കാണിക്കുന്ന ക്യാരക്ടർ ആരാന്ന് എനിക്ക് മനസ്സിലായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്കേതോ റാൻഡം ഓഫീസൊക്കെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. പിന്നീട് കാണിക്കുന്നത് വില്ല് തൻ്റെ കയ്യിൽ ഒരു ഹാമറുമായിട്ട് നിൽക്കുന്നതാണ്. ഈ ഹാമറും വെച്ചിട്ട് വില്ല് ഫേസ് ചെയ്യുന്നത് ഒരു വലിയ മോൺസ്റ്ററിനെയാണ്. ഈ മോൺസ്റ്ററിനെ കാണുമ്പോൾ നമുക്ക് മൈൻഡ് ഫ്ലെയറിനെയാണ് ഓർമ്മ വരുന്നത്. മൈൻഡ് ഫ്ലെയറിനെ പോലെ എന്നാൽ വീനസ് ഫ്ലൈ ട്രാപ്പിൻ്റെ രൂപത്തിലുള്ള ഒരു മോൺസ്റ്റർ. ഐ തിങ്ക് സെയിം സെറ്റപ്പ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. നേരത്തെ നമ്മൾ കണ്ട ഒരു പംകിൻ മോൺസ്റ്റേഴ്സും ബാക്കി വള്ളിയും പുള്ളിയായിട്ടുള്ള മോൺസ്റ്റേഴ്സും എല്ലാം തന്നെ ഈ ഒരു ബിഗ് മോൺസ്റ്ററിന് കീഴിലായിരിക്കും ഉണ്ടാവുക. മൈൻഡ് ഫ്ലെയറിൻ്റെ ഒരു പ്ലാൻ വേർഷൻ. നേരത്തെ പറഞ്ഞതുപോലെ അപ്സൈഡ് ഡൗണുമായിട്ടോ അബിസുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ലാതെ ഭൂമിയിൽ മാത്രമുള്ള ചില ക്രിയേച്ചേഴ്സ്. ഇതുണ്ടാകാൻ കാരണം ഹ്യൂമൻസ് നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ്സ്. അങ്ങനെ ഇവരുടെ ഒരു മൈൻഡ് ഫ്ലെയറായിട്ട് ഈ ഒരു ബിഗ് ഫിഗർ നിൽക്കുന്നു. ഈ ഒരു ഫിഗറുമായിട്ട് ഒരു പക്ഷേ ഹ്യൂമൈൻഡഡ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കാം നമ്മൾ നേരത്തെ കണ്ട മോൺസ്റ്റേഴ്സ് എല്ലാം. പക്ഷേ ഒരിക്കലും നമ്മുടെ ഒറിജിനൽ മൈൻഡ് ഫ്ലെയറുമായിട്ടോ അപ്സൈഡ് ഡൗണുമായിട്ടോ ഒന്നും ഇതിന് യാതൊരു ബന്ധവും കാണില്ല. കാരണം ഹ്യൂമൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്താണ് ഇതിനെല്ലാം ഉണ്ടാക്കിയത്. അടുത്തായിട്ട് നമ്മൾ കാണുന്ന ഒരു വലിയ സോ മിൽ എക്സ്പ്ലോഡ് ആവുന്നതാണ്. അതിന് ചുറ്റും നമ്മുടെ കുട്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടൊരു വലിയ സോ ഈ മൈക്കിന് കഴുത്തിന് നേരെ വരുന്നുണ്ട്. പക്ഷേ 11 തന്നെ പവേഴ്സ്, ടെലക്കറ്റീവ് പവേഴ്സ് വെച്ചത് പിടിച്ചു നിർത്തുന്നു. അവിടേക്ക് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു വലിയ മോൺസ്റ്റർ വരുന്നു. ഇതിനെ കണ്ടിട്ടൊരു പെരിച്ചാഴിയൊക്കെ പോലെ തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്ലാൻ മോൺസ്റ്റേഴ്സ് മാത്രമായിരിക്കത്തില്ല, ചെറിയ ചെറിയ ആനിമൽ മോൺസ്റ്റേഴ്സും, അത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഈ കൃഷിയുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന കുറേ മോൺസ്റ്റേഴ്സ് ആയിരിക്കും വരിക. അപ്പോൾ അക്കൂട്ടത്തിൽ പറഞ്ഞ പോലെ ഒരു പെരിച്ചാഴി ഇവരെ മോൺസ്റ്ററായി അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സോമില്ലും അതേപോലെ നേരത്തെ കണ്ട പംകിൻ ഫീൽഡും ഒക്കെ ഈ ഒരു സീരീസിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാവുന്ന കാര്യം തീർച്ചയാണ്. സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 85 എന്ന ടൈറ്റിൽ കാണിക്കുന്നു. അതിനുശേഷം ഒരു ടൈലൻഡ് പോലെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റീവിൻ്റെ കൂടെ ഒരു പെൺകുട്ടി നിൽക്കുന്നതാണ്. നട്ടാലി എന്നാണ് ഒരു പെൺകുട്ടിയുടെ പേര്. അപ്പം നട്ടാലി സ്റ്റീവിനോട് പറയുകയാണ്, എനിക്ക് നിന്നോട് എപ്പോഴും ക്രഷ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റീവ് തിരിച്ച് പറയുന്നു, എനിക്കും നിന്നോട് എപ്പോഴും ക്രഷ് ഉണ്ടായിരുന്നു നാൻസി എന്ന്. അതായത് സ്റ്റീവ് ഇപ്പോഴും നാൻസിന്ന് മൂവ് ഓൺ ആയിട്ടില്ല. സീസൺ 2 നാൻസി സ്റ്റീവിൽ നിന്ന് മാറിയിട്ട് ജോനാഥനുമായിട്ട് റിലേഷൻ ആവുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്റ്റീവ് ഇപ്പോഴും മൂവ് ഓൺ ആയിട്ടില്ല. ഈവൻ സീസൺ 5 പോലും മൂവ് ഓൺ ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് സീസൺ 2. അപ്പോൾ നട്ടാലിൻ്റെ അടുത്ത് അറിയാതെ നാൻസി എന്ന് വിളിച്ച് ഉള്ള ഇതും കൂടെ കളഞ്ഞു എന്ന് പറയാം. അങ്ങനെ ഒരു ഫണ്ണി രീതിയിലാണ് ഈ ഒരു ടീസർ അവസാനിക്കുന്നത്. ഇനി ഈ ടീസറിനെ പറ്റിയിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു തിയറി പറഞ്ഞു തരാം. ഈ ഒരു സീസണിൽ നമ്മൾ കാണുന്ന ഭൂരിഭാഗം കാര്യങ്ങളും കോൺഫ്ലിക്ട്സും പ്ലാൻ മോൺസ്റ്റേഴ്സും ഒന്നും ആക്ച്വലി ഇല്ല. ഇത് സ്നോ സ്റ്റോം സമയത്ത് മൈക്ക് പറയുന്നൊരു കഥയാണെന്നുള്ളത് നമ്മുടെ ടീച്ചറിൽ തന്നെ ഇവർ കാണിക്കുന്നുണ്ട്. സ്നോ സ്റ്റോം അടുത്ത ആഴ്ച വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും സ്കൂളിലൊന്നും പോകേണ്ടി വരത്തില്ല, D&D ക്യാമ്പയിനൊക്കെ കളിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മൈക്ക് പറയുന്ന ഒരു കഥയായിരിക്കാം ഈ ഒരു ഹോൾ സ്റ്റോറി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെസ്റ്റിൻ സൂസിയുടെ കൂടെ എന്തായാലും ഈ ഒരു ടൈം പോയിന്റിൽ ചിലവഴിക്കണം, എങ്കിൽ മാത്രമേ സീസൺ 3 ആ ഒരു സീൻ കണക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഡെസ്റ്റിൻ ഇവരോടൊപ്പം ഈ ഒരു കഥ പറയുന്ന സമയത്ത് കാണണമെന്നില്ല. അപ്പോൾ എന്തായാലും കഥ പറയുന്നു, അതിനകത്ത് ഡെസ്റ്റിനെയും കൂടെ കൂട്ടി. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ മൈൻഡ് ഫ്ലയറിനെയും അതേപോലെ ഡെമോഡോഗിനെയൊക്കെ നേരിട്ടല്ലോ, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന അതുപോലത്തെ കുറച്ച് മോൺസ്റ്റേഴ്സ്. അപ്സൈഡ് ഡൗൺ എന്തായാലും അടഞ്ഞു, എന്നാൽ പിന്നെ അതുപോലെ കുറച്ച് പേരെ ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവരുടെ ഒരു കഥ ഉണ്ടാക്കാവുന്ന രീതിയിൽ മൈക്ക് പറയുന്ന ഒരു കഥയായിരിക്കാം ഒരു പക്ഷേ ഈ സീരീസ് എന്നൊരു തിയറി ഉണ്ട്. എന്നാൽ ഒരു തിയറി മാത്രമാണ്, 100% കൺഫേം ഒന്നുമല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിയറി മാത്രം. മേ ബി ഇതെല്ലാം ഒറിജിനൽ സ്റ്റഫ് തന്നെ ആയിരിക്കാം. അതെല്ലാം പിന്നീട് നമ്മൾ പറഞ്ഞ സീസൺ 3-4 കണക്ട് ചെയ്യുന്ന പല മൊമെൻറ്റ്സും വന്നേക്കാം. പിന്നെ ടീസർ അനൗൺസ് ചെയ്ത സമയത്തോട്ട് കേട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ഇതൊരു ആന്തോളജി സീരീസ് ആയിരിക്കും. അതായത് ഓരോ എപ്പിസോഡും ഓരോ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുള്ള ഓരോ കഥയായിരിക്കും എന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ ഇപ്പോൾ ടീസർ കാണുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കണക്റ്റഡ് ആയൊരു സീരീസ് പോലെ, അതാണൊരു കൺഫ്യൂഷൻ ആവുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ ടീസറിൽ കണ്ടിട്ടുണ്ടായിരുന്ന സ്റ്റീവിൻ്റെ സീനൊക്കെ മേ ബി ഒരു ഡിഫറൻറ്റ് എപ്പിസോഡിലാണെങ്കിലോ, അതായത് നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ഹോൾ ടീസർ ആദ്യത്തെ എപ്പിസോഡിൻ്റെ മാത്രം ഫുട്ടേജ് ആണെങ്കിലോ, ഇങ്ങനെയൊക്കെ കുറേ തിയറീസ് ഉണ്ട്. എന്തായാലും ഒരു ആനിമേറ്റഡ് സീരീസ് ആയതുകൊണ്ട് ഒരു 20-24 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോൾ ഒരു അരമണിക്കൂർ
മണിക്കൂറാണ് നമ്മൾ ലെങ്ത് പ്രതീക്ഷിക്കുന്നത്. സ്റ്റാൻഡേർഡ്ലി ആനിമേറ്റഡ് സീസണിൻ്റെ ലെങ്ത് അതൊക്കെയാണ്. സോ മേ ബി ആദ്യത്തെ 1-2 എപ്പിസോഡിൻ്റെ ആയിരിക്കും നമ്മൾ കണ്ടത്, ബാക്കി വേറെ ഡിഫറൻറ്റ് കഥകളായിരിക്കും അതിന് ശേഷം വരിക. പക്ഷേ ഇത് ഇപ്പോഴും ഒരു 100% കൺഫർമേഷൻ ഇല്ല. കാരണം ആന്തോളജി നമ്മൾ നേരത്തെ കേട്ടു. അപ്പോൾ ഞാനും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു എപ്പിസോഡ് 11ൻ്റെ കഥ, ഒരു എപ്പിസോഡ് മാക്സിൻ്റെ കഥ, ഒന്നീ സ്റ്റീവ് ഡെസ്റ്റിൻ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടെ ഒരുമിക്കുന്ന ഒരു കഥയാണ് കാണിച്ചിരിക്കുന്നത്. അതോ ഇനി ഓരോ എപ്പിസോഡിൽ ഡിഫറൻറ്റ് കഥകൾ കാണിച്ചു പോയിട്ട് ഫൈനലായിട്ടുള്ള 2-3 എപ്പിസോഡിൽ ഇതെല്ലാം കൂടെ കണക്റ്റ് ആവുന്നതാണോ നമ്മൾ ഈ ടീസറിൽ കണ്ടതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ടീസർ മാത്രം വന്നുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻസ്. ഇനിയിപ്പം ഏപ്രിൽ 23 റിലീസ് ഡേറ്റ്. അതിന് മുന്നേ ട്രെയിലറും TV സ്പോട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. സോ അന്നേരം ഈ ഡൗട്ട്സ് എല്ലാം മാറും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ഒറിജിനലി പഴയ 80s കാർട്ടൂണുകളില്ലേ, മറ്റേ സൈഡിൽ ബ്ലാക്ക് ബാറൊക്കെയുള്ള പെട്ടി TV ഇടുന്ന കാർട്ടൂൺ, ആ ടൈപ്പായിട്ടാണ് ഇവർ ചെയ്യാനിരുന്നത് അന്നത്തെ ഒരു ആനിമേഷൻ സ്റ്റൈലൊക്കെ വെച്ചിട്ട്, കാരണം ഒരു ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പ്ലാൻ മോൺസ്റ്റേഴ്സിനൊക്കെ ഡിസൈൻസ് ഇത്രയോളം കിടുവായതുകൊണ്ടാണ് ഇവർ പിന്നീട് അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇറങ്ങുന്നൊരു പ്രോപ്പർ ആനിമേഷൻ, കുറച്ച് 3D ഒക്കെ മിക്സ് ചെയ്തൊരു ആനിമേഷൻ ആക്കാമെന്ന് കരുതിയത്. സോ മേ ബി പറഞ്ഞ പഴയ വേർഷൻ്റെ ഫാൻ എഡിറ്റ്സോ അല്ലെങ്കിൽ ഇവർ തന്നെ ഒരു ചെറിയ വേർഷനോ ഒക്കെ ചുമ്മാ യൂട്യൂബിലൂടെ മറ്റും ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട്. ഐ എം ആക്ച്വലി ക്യൂരിയസ് അബൌട്ട് ദാറ്റ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാർട്ടൂൺ സീരീസിൽ ഈ പറഞ്ഞതുപോലെ 80s ഇറങ്ങിയതാണ്, അവിടെ പണ്ട് US ഒക്കെ ഇറങ്ങിയത്. അതേപോലെ ആനിമേ ആണെങ്കിലും വിൻറ്റേജ് ആനിമേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡിലെ ബ്ലാക്ക് ബാർഡ്സ് ആദ്യമൊക്കെ ഇച്ചിരി അരോചകമായിരുന്നെങ്കിലും പിന്നീട് ഇതൊരു ഹോൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറി. അപ്പോൾ ആ രീതിയിൽ ഈ സീരീസിൻ്റെ ഒരു ഡിഫറൻറ്റ് വേർഷൻ ഇവരെപ്പോഴെങ്കിലും ഒരു ചെറിയ പ്രൊമോ വീഡിയോ ആയിട്ടെങ്കിലും കാണിച്ചാൽ രസമായിരിക്കും തോന്നുന്നു. സ്ട്രെഞ്ചർ തിങ്സ് മെയിൻ സീരീസിൻ്റെ എൻഡിങ്ങും ഫ്യൂച്ചറൊക്കെ ബേസ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നമ്മൾ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കണ്ടൻറ്റുകളൊന്ന് മോൺസ്റ്റർവേഴ്സ് ആണ്. അതായത് ഗോഡ്സിലെയും കോങ്ങും അടക്കമുള്ള കണ്ടൻറ്റുകൾ. അപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നെക്സ്റ്റ് സൂപ്പർനോവ സിനിമയിൽ മെയിൻ വില്ലനാവുമെന്ന് സ്പേസ് ഗോഡ്സിലെ പറ്റി നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. താല്പര്യമൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി ഹോളിവുഡും ഇന്ത്യനുമായിട്ടുള്ള പല സിനിമ സീരീസുകളിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇത്തരം കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ മാർവൽ DC അടക്കമുള്ള കൊമിക് റിലേറ്റഡ് കണ്ടന്റ് നമ്മൾ ചെയ്യുന്ന കൊമിക് മന്ത്ര എന്ന മറ്റൊരു ചാനലിലാണ്, അതും എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രംഗന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടക്കീസ്.